നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഈ പ്രാവശ്യം ഞാനൊരു ക്രിസ്തുമസ് പ്രത്യേക വിഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ചിക്കൻ കുരുമുളകിട്ട് വരട്ടിയത്, തനി നാടൻ സ്റ്റൈൽ. ഇത് നിങ്ങളെല്ലാവരും ക്രിസ്തുമസിന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുലാവിൻ്റെ കൂടെയോ നിങ്ങൾക്കിത് വളരെ നല്ല ടേസ്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻസ് അറിയിക്കണം. അപ്പം അതിൻ്റെ ആവശ്യത്തിനായി നമ്മൾ ഏകദേശം എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോയോളം ചിക്കനാണ്. അത് വാഷ് ചെയ്ത് ഞാനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു പാൻ അല്ലെങ്കിൽ നമ്മളൊരു ചീനച്ചട്ടി നമ്മൾ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനുശേഷം അതിലേക്ക് ഒരല്പം ഒരു 2 തണ്ട് ഗ്രാമ്പു, പെരുംജീരകം, 2 ഏലക്ക, അതുപോലെ ഒരു 3 മീഡിയം സവോള അരിഞ്ഞത്, ഇത്രയും ഒന്നിച്ച് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 10-15 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് സോട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് അത് ടേണായി വരുമ്പോൾ നമ്മളൊരു 2 ചെറിയ തക്കാളി അരിഞ്ഞത് നമ്മളത് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ആ തക്കാളിയുടെ ഓയിലൊക്കെ ഒന്ന് പുറത്തേക്ക് സ്പ്രെഡ് ഔട്ടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ബാക്കിയുള്ള മസാല ചേർക്കുന്നതിന് മുന്നേ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി പെട്ടെന്ന് നമ്മൾക്ക് ഇത് സോൾട്ടായി കിട്ടത്തില്ല. അപ്പം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതിനോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, ബ്ലാക്ക് പെപ്പർ പൗഡറും, ഒരു 2 പച്ചമുളകും, ഒരു അല്പം കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അത് കരിഞ്ഞു പോകാത്ത രീതിയിലാക്കി എടുത്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അത് മാറ്റുന്നുണ്ട്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മളത് മാറ്റി അത് അധികം വെള്ളം ചേർക്കാതെ വളരെ ചെറിയ ഒരു വെള്ളം ചേർത്ത് ഈ പരുവത്തിൽ നമ്മളൊരു നല്ല പേസ്റ്റാക്കി അത് എടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിച്ച് നമുക്ക് വീണ്ടും ചീനച്ചട്ടിയോ ഫ്രൈ പാനോ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രൈ പാനല്ല, നിങ്ങൾക്ക് നല്ല കടായി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെച്ച് കൊടുത്ത് ഒരല്പം 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന, കറി കട്ടാക്കി വെച്ചിരിക്കുന്ന ഏകദേശം 1.25 കിലോയോളമുള്ള ചിക്കൻ നമ്മൾ ഡയറക്റ്റായിട്ട്, നമ്മളിതിനകത്ത് ഒരു മസാലയും ചേർത്തിട്ടില്ല ചിക്കന്, നമ്മൾ ഡയറക്റ്റായിട്ട് ചിക്കൻ അതിലേക്ക് കൊടുക്കുകയാണ്. കൊടുത്ത് നമ്മൾ സാധാരണ ഒരു തവ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ചീനച്ചട്ടിയിൽ ആ ഓയിലിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, ഒരല്പം ഉപ്പ് മാത്രം നമ്മളൊന്ന് ചെറുതായിട്ട് തൂവി കൊടുത്തിട്ടേ ഉള്ളൂ. മറ്റോ ഒരു മസാലയും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നമ്മുടെ അരപ്പിൽ നമ്മളെല്ലാ മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കോണ്ടിനെൻ്റൽ കുക്കിങ്ങിന് ഒന്ന് തവ ഗ്രില്ല് ചെയ്തെടുക്കുന്ന അതേ ഒരു സ്റ്റൈലിലെടുത്തിട്ട് നമ്മൾ ആ ഒരു ടൈപ്പിലേക്ക്, അതായത് ഒന്ന് ചെറുതായിട്ട് അതൊന്ന് ഗ്രില്ലായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് ചിക്കനായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറ് അതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ആ ജാറൊന്ന് കഴുകി അത് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു 2 പച്ചമുളക്, ഒരു അല്പം കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം ചേർത്തതാണ്, അത് വലിയ എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. നമ്മളുടെ ക്രിസ്തുമസിന് നമ്മുടെ നാടൻ വിഭവം, നമ്മൾക്ക് അപ്പത്തിൻ്റെ കൂടെ, നമ്മളുടെ വീടുകളിലൊക്കെ മധ്യ തിരുവിതാംകൂറിലെ ഏകദേശം എല്ലായിടത്തും നമ്മൾ വീടുകളിൽ ക്രിസ്തുമസിന് അപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കത് റൈസിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കറി. അപ്പോൾ ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ചെറിയ ഇൻ്റർവെല്ലിൽ നമുക്കൊന്ന് തുറന്ന് കൊടുത്തൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ കറി ഇപ്പോൾ ഒരു കറി ടൈപ്പിലായിട്ടുണ്ട്, അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയുമായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു 10-15 ക്യാഷ്നട്ട്, ഞാനൊരു 15ഓളം ക്യാഷ്നട്ട് ഒരല്പം വെള്ളത്തിൽ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ച് നമുക്ക് ആ കാഷ്യൂ പേസ്റ്റ് കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ പേസ്റ്റ് ചെല്ലുമ്പം തന്നെ നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് അതൊരു റിച്ച് ഫ്ലേവറായിട്ട് മാറുകയാണ്, ഒരു റിച്ച് ഗ്രേവി ആയിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ നമുക്ക് ആ കാഷ്യൂ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പം കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റ് ചേർത്തതായി ഇപ്പം നിങ്ങൾക്ക് കാണാം. നല്ല ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു റോസ്റ്റ്, നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള, മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഇതിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഗരം മസാല ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയോട്, ബ്ലാക്ക് പെപ്പർ പൗഡർ നമ്മൾ എരി ഉള്ളതാണ്. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഇത്ര സ്പൈസി ഇല്ല എങ്കിൽ നിങ്ങളതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മൾ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ എരിവ് അല്പം കുറഞ്ഞ് വന്നതിനാണ് ഞാൻ രണ്ടാമത് വീണ്ടും അല്പം ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളതിന് ശേഷം നമ്മൾ ഉപ്പ് പാകത്തിന് ഒന്നുകൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി നമുക്ക് അതിൻ്റെ മറ്റൊരടുപ്പിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. കാരണം ഇനിയുമാണ് നമുക്കിതിൻ്റെ മെയിൻ പരിപാടി കിടക്കുന്നത്. നമുക്കിതിന് കടുക് വറക്കണം. അപ്പോൾ നമ്മൾക്ക് കടുക് വറക്കാനായിട്ട് നമ്മൾ ഇത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ച് നമുക്കൊരു ഫ്രൈ പാൻ വെക്കാം. അപ്പോൾ ഫ്രൈ പാൻ വെച്ച് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഞാൻ ത്രൂ ഔട്ട് വെളിച്ചെണ്ണയാണ്, നാടൻ കേരള സ്റ്റൈൽ കുക്കിംഗ് ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ പാകം നോക്കി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 1 ടീസ്പൂണിന് 1/4 ടീസ്പൂണോളം കടുക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് ഒന്ന് ചേർത്ത് ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 2-3 വറ്റലമുളക്, അത് ഈ കാശ്മീരി ചില്ലിയാണ് ഞാൻ ആദ്യം ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി അല്ല, ഇപ്പോൾ ഡ്രൈ ചില്ലി, നമ്മൾ വറ്റലമുളക്, എരിയുള്ള മുളക് തന്നെയാണിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഈ ഒരു പെപ്പർ ചിക്കൻ എന്ന് പറയുന്ന ഇത് ഒരു നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ ഒരു ചെട്ടിനാട് പ്ലസ് കേരള സ്റ്റൈലിലേക്കാണ് ഇത് നമ്മൾക്ക് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ചെട്ടിനാട് സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചെട്ടിനാട് സ്റ്റൈലിനകത്തുനിന്ന് അല്പം ഫ്യൂഷൻ ചേർത്ത് നമ്മളൊരു കേരള സ്റ്റൈലിൽ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളിതിലേക്ക് ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ തേങ്ങാക്കൊത്ത്, അതായത് തേങ്ങ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുവലിന് അത്യാവശ്യമാണ് നമ്മൾ ഈ ഒരു ഗ്രേവി ചെയ്യുന്നത്. ഇത് അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പിലയോടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏകദേശം നമ്മൾ ഏത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ പെപ്പർ ചിക്കൻ, കേരള സ്റ്റൈൽ, നാടൻ സ്റ്റൈൽ പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞ് മെനുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഈ സെയിം മെത്തേഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ മെത്തേഡ്. ഇത് തന്നെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് നമ്മളിതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഒരു 99% റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. നമ്മൾക്ക് ഈ 2020 വന്ന കഷ്ടപ്പാടുകൾ, ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി 2021 നമ്മൾക്ക് നല്ല ഒരു വർഷമായി തീരട്ടെ. എല്ലാവർക്കും ദൈവം അതിനെ അനുഗ്രഹം ആക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസ്, ലൈക്ക്, ഷെയർ എല്ലാം നൽകണം. നിങ്ങൾ വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു റെസിപ്പിയും നല്ല ഒരു വിഭവമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾക്ക് പുതിയ റെസിപ്പിയും പുതിയ യാത്രകളും നല്ല ഹെൽത്തി ടിപ്സുമായി നമുക്ക് വരും സമയങ്ങളിൽ കണ്ടുമുട്ടാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ലിജു.